ഇസ്രയേലും ഇറാനും നേർക്കുനേർ യുദ്ധത്തിലേക്ക്. ഇറാന് നേരെയുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് 100-ൽ അധികം ഡ്രോണുകളുടെ പ്രഹരം. ഇന്നലെ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനിയയുടെ ഉപദേശകൻ കൊല്ലപ്പെട്ടു. ഉപദേശകൻ അലി ഷംഖാനിയാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണങ്ങൾക്ക് ഇസ്രയേലും യുഎസും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ. അമേരിക്കയ്ക്ക് ബന്ധമില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എംബസി. കൂടുതൽ വിവരങ്ങളുമായി അഷിതയാണ് ചേരുന്നത്. അഷിത, ലോകം മുഴുവൻ ഈ ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? എംബസികൾ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? സ്വാതി, പശ്ചിമേഷ്യയെ ഒരു യുദ്ധസംഘർഷത്തിലേക്ക്, യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രി ഉണ്ടായത്. ഇസ്രയേൽ ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങൾ, സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ജനവാസ കേന്ദ്രങ്ങളെ കൂടി ഇസ്രയേൽ ലക്ഷ്യമിട്ടു എന്നാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലുണ്ടായ ആക്രമണങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമായും അവകാശപ്പെടുന്നത് ആണവ കേന്ദ്രങ്ങൾ, നദാൻസിലെ ആണവ കേന്ദ്രമാണ് അവർ പ്രധാനമായും ലക്ഷ്യമിട്ടത്. അവിടെ ശക്തമായ തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ ഹൃദയത്തിൽ തന്നെ ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഈ ആണവ കേന്ദ്രങ്ങളിൽ നേർക്കുണ്ടായ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുണ്ടായത്. ഏകദേശം 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിന്റെ ആകാശത്ത് എത്തിയെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. പക്ഷേ അതിനെല്ലാം തടുക്കാനായെന്നും ഇസ്രായേലിന് യാതൊരു പരിക്കുമില്ല ഈ ഡ്രോൺ ആക്രമണത്തിൽ നിന്നുമാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ വാദം. എന്തായാലും ശക്തമായ ഒരു ആക്രമണം ഇനിയും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇസ്രായേൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളോ ഓഫീസുകളോ സ്ഥാപനങ്ങളോ ഒന്നും തുറന്ന് പ്രവർത്തിക്കരുത്, ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്നാണ് നിർദ്ദേശം. അതുവരെ തന്നെ അവശ്യ സർവീസുകൾ മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആളുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, സൈറൺ മുഴക്കി ജാഗ്രത നൽകുന്നു. അങ്ങനെ ഒരു എത്രയും പെട്ടെന്ന് ഇനിയും വലിയൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളുമായി തന്നെയാണ് ഇസ്രായേൽ കാത്തിരിക്കുന്നത്. അതിനിടെ യുഎസിന്റെ ഒരു കാര്യം കൂടി ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. യുഎസിനും ഇസ്രായേലിനും കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ യുഎസ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, മാർക്കോ റൂബിയോ, ഞങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ല, ഇസ്രായേലിന്റെ നീക്കത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അതായത് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നതല്ലാതെ മറ്റ് ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കോ ഇല്ലെന്ന് യുഎസ് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ യുഎസിന് പങ്കുണ്ടെന്നും യുഎസ് സൈനിക താവളങ്ങളെ കൂടെ ലക്ഷ്യമിടുമെന്നുമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന മറുപടി. മറ്റൊന്നാണ്, ഇറാന് പ്രധാനപ്പെട്ട പലരെയും ഈ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയത്തുള്ള അലി ഖമനിയുടെ ഉപദേശകൻ അലി ഷംഖാനി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആണവോർജ്ജ സംഘടനയുടെ, അതായത് പ്രധാന ആണവ ശാസ്ത്രജ്ഞരെ കൂടി ഇസ്രായേൽ ലക്ഷ്യമിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫെറൈദൂൺ അബ്ബാസി, ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ മുൻ മേധാവിയാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാഗമായ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മഹദ് ടെഹ്റാൻജി, അദ്ദേഹവും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗേരി കൊല്ലപ്പെട്ടതായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രതിരോധമാണ്, ഞങ്ങൾക്ക് ഇതല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയില്ല. ഇറാൻ ആണവ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുണ്ട്, അതിനെ തടയിടാൻ ആദ്യം തന്നെ ഇറാനെതിരെ ഒരു നടപടി എടുക്കുകയല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. എന്തായാലും UN ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ തുടർ നീക്കങ്ങൾ ഇസ്രായേലിൻ്റെയോ ഇറാൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നാണ് UN സെക്രട്ടറി ജനറൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളോടും. ശരി അഷിത, എന്തായാലും ഇസ്രയേലും ഇറാനും നേർക്കുനേർ യുദ്ധത്തിലേക്കാണ്. ഇറാന് നേരെയുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് 100-ലധികം ഡ്രോണുകളുടെ പ്രഹരം. ഇന്നലെ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനിയയുടെ ഉപദേശകൻ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളിലും ഒരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നും ഉള്ള വിവരമാണ് ഇപ്പോൾ അഷിത നമ്മളോട് പങ്കുവച്ചത്.